2026 മുട്ടം പണിത് ആ പെടലിക്ക് വാങ്ങിച്ചിട്ട് ഇരിക്കണ ഇരിപ്പാണ് കേട്ടോ. വയ്യാത്തൊരു ദിവസത്തെ യാത്ര. കഴുത്ത് തിരിക്കാൻ വയ്യാഞ്ഞിട്ട് കുടുംബവൈദ്യനെ കാണാനായിട്ട് നമ്മൾ തമിഴ്നാട്ടിൽ പോവാണ് കേട്ടോ. ഞാൻ ട്രെയിനിൽ നിന്നൊന്നും വാങ്ങിച്ച് കഴിക്കാറില്ല. ഞാൻ എന്തെങ്കിലും വീട്ടിൽ നിന്ന് ഉണ്ടായിക്കൊണ്ട് പോകാറാണ് പതിവ്. അന്ന് ഞാൻ ബന്നാണ് കേട്ടോ എനിക്ക് വയ്യാത്തോണ്ട് കൊണ്ടുപോയത്. ഞാൻ അഥവാ കൊണ്ടുപോയാലും ട്രെയിനിൽ നിന്ന് പൊങ്കൽ മാത്രമേ വാങ്ങിച്ച് കഴിക്കുന്ന ഒരാളാണ് കേട്ടോ ഇരുന്ന് ഇഡ്ഡലി സാമ്പാറും കഴിക്കുന്നത്. ഇപ്രാവശ്യം പൊങ്കൽ ചോദിച്ചപ്പോൾ അവർ ഇഡ്ഡലി സാമ്പാറും കൊടുത്ത് പറ്റിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് മാത്രമല്ല, ഇടയ്ക്ക് കയറി വന്ന ഒരു കുഞ്ഞാവ ഉണ്ടല്ലോ, അറ്റത്തിരുന്ന് അണ്ണനെ പിടിച്ച് അടിച്ച് പുറത്ത് കളഞ്ഞിട്ട് അവൾക്ക് അവിടെ ഇരിക്കണമെന്ന് പറഞ്ഞ് ഭയങ്കര നിർബന്ധമായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ വൈദ്യശാലയിലെത്തി കഴുത്തൊക്കെ നല്ല രീതിയിൽ തിരുമിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിയിൽ തക്കാളിയുടെ സൗന്ദര്യം കണ്ട് കുറച്ച് തക്കാളിയും വെളുത്തുള്ളിയുടെ സൗന്ദര്യം കണ്ട് കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ എടുക്കുമ്പോഴും എനിക്ക് സഹിക്കാൻ പറ്റാത്ത പെടലി വേദനയായിരുന്നു. 3 മണിയോടുകൂടി നാഗർകോവിൽ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ടായിരുന്നു. വിശപ്പിൻ്റെ വിളി സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ഞാൻ ചോറും അണ്ണൻ ബിരിയാണിയും വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ സ്ഥിരം വരുന്ന ട്രെയിനിങ് കാത്ത് നിൽപ്പുണ്ടായിരുന്നു. ട്രെയിൻ 3:20 ആയപ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കയറി ഇരുന്ന സ്ഥലത്ത് ഇതുപോലൊരു വലിയ ഹോളായിരുന്നു, പുറം കാണാൻ പറ്റാവുന്ന രീതിയിൽ. അത് കഴിഞ്ഞ് നമ്മൾ വർക്കല എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് രാത്രി തന്നെ എനിക്കൊരു 16ൻ്റെ പണി കിട്ടുന്നുണ്ട്. അത് അടുത്ത വീഡിയോ കാണിക്കാം.